ഇൻഫോസ്ഫിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അടിയന്തിരമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ. നിലവിൽ കേരളത്തിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഈ ഗുണഭോക്താക്കളെ മുഴുവൻ ബാധിക്കുന്ന മാറ്റങ്ങളാണ് ഈ ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ അറിയിപ്പ് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളിൽ ഏറ്റവും മുൻഗണന നൽകുന്ന ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്നത്. ഈ സർക്കാരിനെ വലിയൊരു വിജയത്തിലേക്ക് ഇപ്രാവശ്യം എത്തിച്ചത് പെൻഷൻ തുകയുടെ അടിസ്ഥാന നിരക്ക് 3000 രൂപയാക്കി ഉയർത്തും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ തുക വർധനവ് നിലവിൽ വരുത്തുന്നതിന് വേണ്ടി ഫണ്ട് സമാഹരണവും ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ ധനവകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 6 മാസത്തിനുള്ളിലായിട്ട് തന്നെ ചെറിയൊരു തോതിലല്ലാതെ, അതായത് 100, 200 എന്ന രീതിയിലല്ലാതെ തന്നെ വലിയ തോതിലുള്ള ഒരു വർധനവ് സാധാരണക്കാരിലേക്ക് എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ഗുണഭോക്താക്കൾക്കിടയിൽ വലിയ തോതിൽ സംശയത്തിനിടയാകുന്ന വാർഷിക മസ്റ്ററിങ്ങിനെ കുറിച്ചാണ്. ഈ വർഷത്തെ മസ്റ്ററിങ് എപ്പോൾ ആരംഭിക്കും, അതുപോലെ എവിടെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഗുണഭോക്താക്കൾക്കിടയിലുണ്ട്. എന്നാൽ നിലവിൽ ഈ വർഷത്തെ മസ്റ്ററിംഗ് പ്രക്രിയകൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. വരാനിരിക്കുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മസ്റ്ററിംഗ് ആരംഭിക്കുക. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും യാതൊരു തടസ്സവുമില്ലാതെ ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT സംവിധാനം വഴി തുക എത്തിച്ചേരുന്നതാണ്. ഈ വാർഷിക മസ്റ്ററിംഗ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് പെൻഷൻ കൈപ്പറ്റുന്ന ഒരു ഗുണഭോക്താവ് നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് വെരിഫിക്കേഷനിലൂടെ സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന ഒരു സുപ്രധാന പ്രക്രിയയാണിത്. ഈ ഒരു പരിശോധന സമയത്താണ് പല കാരണത്താൽ ചില ഗുണഭോക്താക്കൾ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നതും. ചില ഗുണഭോക്താക്കൾ മരണപ്പെട്ടിട്ടും അവരുടെ ബന്ധുക്കൾ വിവരം മറച്ചുവെച്ച് നിയമവിരുദ്ധമായിട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന പ്രവണത നിലവിലുണ്ട്. അങ്ങനെയുള്ള വ്യാജ ഗുണഭോക്താക്കളെയും അനർഹരെയും കൃത്യമായിട്ട് കണ്ടെത്തി ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാനും അർഹരായ പാവപ്പെട്ടവരിലേക്ക് മാത്രം തുക എത്തിക്കുവാനും വേണ്ടിയാണ് എല്ലാ വർഷവും മസ്റ്ററിംഗ് സർക്കാർ നിർബന്ധമാക്കിയിട്ടുള്ളത്. അടുത്തത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ചില പ്രത്യേക വിഭാഗം ഗുണഭോക്താക്കളോട് തങ്ങളുടെ വരുമാനം തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സർക്കാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ പെൻഷൻകാരും ഇത് സമർപ്പിക്കേണ്ടതില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷനായി അപേക്ഷിച്ചപ്പോൾ റേഷൻ കാർഡോ മറ്റ് മുൻഗണന തെളിയിക്കുന്ന മറ്റ് വരുമാന രേഖകളോ കൃത്യമായിട്ട് ഹാജരാക്കാത്ത പഴയ ഗുണഭോക്താക്കളാണ് ഇത് നൽകേണ്ടത്. ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാത്ത 2.5 ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്തുണ്ട്. ഇവർക്ക് കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ പെൻഷൻ തടസ്സപ്പെടേണ്ടതായിരുന്നു. പിന്നീട് ചില ഇളവുകൾ കൊടുത്തതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ ഹാജരാക്കുക. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഈ 3 കാര്യങ്ങൾ എല്ലാവരും ഓർത്തു വെക്കുക. പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.